ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ ബാലൻസ് പോർഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ ടാഗിന്റെ മെയിൻ ആയിട്ടുള്ള ഓൾമോസ്റ്റ് റൂൾസ് നമ്മൾ പറഞ്ഞു. ഇനി ചില എക്സെപ്ഷണൽ കേസുകളും കുറച്ചധികം റൂൾസും ആണ് പറയുന്നത്. നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വീഡിയോകൾക്കുമായിട്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് 1 കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് 1 കാണുക. അതുപോലെ തന്നെ ബേസിക് ഗ്രാമർ റൂൾസ് അറിയേണ്ടവർ ബേസിക് ഗ്രാമർ റൂൾസിന്റെ ക്ലാസിന്റെ ലിങ്കുകളും ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു സ്റ്റേറ്റ്മെന്റ് ദിസിലോ ദാറ്റിലോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ ടാഗിൽ കൊടുക്കേണ്ട സബ്ജക്ട് എന്ന് പറയുന്നത് ഇറ്റ് ആണ്. ദിസ് അല്ലെങ്കിൽ ദാറ്റിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗിൻ ചെയ്യുന്നെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ടാഗ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഇറ്റ് ആണ്. ദിസ് ഈസ് എ ബാഗ്. അപ്പോ ടാഗിന്റെ റൂൾസ് അപ്ലൈ ചെയ്യാം. ദിസ് ഇസ് എ ബാഗിൽ ഓക്സിലറി വേർബ് ഇസ് ആണ്. നമ്മൾ ഇസ് എടുത്ത് എഴുതി ഈസ്. പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആണ് എൻ അപ്പോസ്ട്രോഫി ടി. എൻ അപ്പോസ്ട്രോഫി ടി. അപ്പോ ഇസിന്റ്. ഇനി ഇസിന്റ് അതിന് ശേഷം ദിസ് ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇറ്റ് എന്ന് കൊടുത്തു. ഇസിന്റ്. അപ്പോ ദിസ് ദാറ്റ് വന്നാൽ സബ്ജക്റ്റ് ആയിട്ട് ടാഗിൽ കൊടുക്കേണ്ട എന്താണ്? ഇറ്റ് ആണ്. അടുത്ത ഒരു റൂളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ ടാഗിൽ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് എന്താണ്? 1 ആണ്. ഇപ്പോ 1 മസ്റ്റ് റെസ്പെക്ട് വൺസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ 1 എന്നാണ് എന്ത് തുടങ്ങിയത്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ സാധാരണ ടാഗ് കൊടുക്കേണ്ട റൂൾ അപ്ലൈ ചെയ്യുക. ഇവിടെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. മസ്റ്റ് എന്ന് പറയുന്ന ഈ മോഡൽ ഓക്സിലറിയെ നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ എടുത്തെഴുതുക. ആദ്യം നമ്മൾ എന്താ എഴുതുക? മോഡൽ ഓക്സിലറി ആണ്. 1 മസ്റ്റ് റെസ്പെക്ട് വൺസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അന്നേരം നമ്മൾ അവിടെ മോഡൽ ഓക്സിലറി ആയ മസ്റ്റ് എഴുതി. ഇനി നമ്മൾ എന്താ കൊടുക്കുക? മസ്റ്റ് എഴുതിയതിനു ശേഷം ഇതെന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് കൊടുത്തു. മസ്റ്റിന്റ് എന്ന് കൊടുത്തു. മസ്റ്റിന്റ്. പിന്നീട് എന്താണ് നമ്മൾ കൊടുക്കുക? 1 തന്നെയാണ് കൊടുക്കുക. മസ്റ്റിന്റ് 1. മസ്റ്റിന്റ്. നോബഡി, സംവൺ, എനിവൺ. എന്തൊക്കെയാണ്? നോബഡി, സംവൺ, എനിവൺ. ഈ 3 വേർഡ്സ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമ്മള് ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ദേ ആണ്. അപ്പോ എന്തൊക്കെയാണ്? നോബഡി, സംവൺ, എനിവൺ എന്നീ വേർഡ്സ് ആണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എങ്കിൽ നമ്മൾ ടാഗ് എന്ത് കൊടുക്കുക? ദേ മാത്രമേ നമ്മൾ എന്ത് ടാഗ് ആയിട്ട് കൊടുക്കാൻ പറ്റൂ. ഇനി ഇവിടെ എങ്ങനെ ഡിഡ് ദേ എന്ന ടാഗ് വന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോബഡി അറ്റൻഡഡ് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് അറ്റൻഡഡ് ആണ്. അപ്പോ അറ്റൻഡഡ് എന്ന വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് എന്ന ഓക്സിലറി വേർബ് കിട്ടും. ഡിഡ് പ്ലസ് അറ്റൻഡ്. അന്നേരം ആ ഡിഡ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം ഓക്സിലറി വേർബ് ആയിട്ട് എടുത്ത് എഴുതിയത് ഡിഡ്. അപ്പോ വേർബ് സ്പ്ലിറ്റിങ്ങിനെ പറ്റിയും ഓക്സിലറി വേർബിനെ പറ്റിയും ക്വസ്റ്റ്യൻ ടാഗിന്റെ പാർട്ട് 1 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. എങ്കിലേ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടത്തുള്ളൂ. അറിയാവുന്നവരാണെങ്കിൽ പ്രശ്നമില്ല, കണ്ടിന്യൂ ചെയ്ത് വീഡിയോ കണ്ടുപോയാൽ മതി. അപ്പൊ വേർബ് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്? അറ്റൻഡഡിന്റെ വേർബ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് അറ്റൻഡ് കിട്ടും. ആ ഡിഡ് നമ്മൾ എടുത്ത് എഴുതി. പിന്നീട് എന്താണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടത്? റൂൾ അനുസരിച്ച് നോബഡി വന്നാൽ നമ്മൾ എന്ത് എഴുതും? ദേ എഴുതും. ഇനി എന്തുകൊണ്ട് അവിടെ ഡിഡിന്റ് വന്നില്ല? ഡിഡിന്റ് എന്തുകൊണ്ട് വന്നില്ല? അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസിന് നമ്മൾ നെഗറ്റീവ് ടാഗ് കൊടുക്കത്തില്ല, പോസിറ്റീവ് ടാഗേ കൊടുക്കും. അപ്പൊ പോസിറ്റീവ് ടാഗിൽ എന്ത് വരത്തില്ല? എൻ അപ്പോസ്ട്രോഫി ടി വരത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അന്നേരം നമ്മൾ എങ്ങനെ ഇവിടെ ടാഗ് കൊടുക്കുക? നോബഡി അറ്റൻഡഡ് ദ ക്ലാസ്സിൽ നോബഡി എന്നൊരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ സബ്ജക്ട് എപ്പോഴും ടാഗിൽ ദേ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നീട് വേർബ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങള് എന്താണ്? അറ്റൻഡഡിന് നമ്മൾ ഡിഡ് പ്ലസ് അറ്റൻഡ് എന്ന് കൊടുത്തു. ഡിഡ് ദേ എന്ന് വരുന്നു. നെഗറ്റീവ് സെന്റൻസ് അല്ല, പോസിറ്റീവ് സെന്റൻസ്. നമ്മൾ തെറ്റിക്കാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നോബഡി നോസ് ഹൂ ഹി ഇസ്. അപ്പോ ഇവിടെ വന്നേക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ച റൂൾസ് വെച്ച് നമ്മൾ ടാഗ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇനി അതിൽ എന്താണ് തെറ്റുള്ളത്, കറക്റ്റ് ടാഗ് എങ്ങനെയാണ് നോക്കുന്നത്,
എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ആ കാര്യം രണ്ടാമത് പറയും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുവരെ പഠിച്ച റൂൾ വെച്ച് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. നോബഡി നോസ് ഹു ഹി ഇസ്. ഇതെന്ന് പറയുന്നത്, ഇതിലെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്, ഇവിടെ വേർബിലെ നോസ് എന്നാണ് കിടക്കുന്നത്. ആ നോസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം, ഡസ് പ്ലസ് നോ എന്ന് നമുക്ക് എഴുതാം. അന്നേരം അവിടെ കിട്ടിയ ഓക്സിലറി വേർബ് ഡസ് ആണ്. അപ്പോ നമ്മൾ ഡസ് എന്ന് എഴുതി, ഡസ് എന്ന് എഴുതും, ഡസ് എന്ന് എഴുതി. ഇനി നോബഡി നോസ് ഹു ഹി ഇസ്. അന്നേരം നോബഡി എന്ന് വന്നതുകൊണ്ട് നമ്മൾക്ക് എന്ത് എഴുതാം, അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അന്നേരം പോസിറ്റീവ് ടാഗ് ആണ് കൊടുക്കേണ്ടത്, എൻ ടി കൊടുക്കണ്ട. അത് നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹു ഹി ഇസ്. നോബഡി എന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ എന്താണ് ടാഗ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ദേ ആണ് ടാഗ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അന്നേരം ഡസ് ദേ എന്ന് നമ്മൾ എഴുതി. ഇനി ഇതെന്താണ്, ഇത് റോങ് ആണ്. ഡസ് ദേ എന്ന് ഒരിക്കലും നമ്മൾ എഴുതത്തില്ല. ഇവിടെ ദേ എന്നാണ് നമ്മൾ ടാഗിൽ കൊടുക്കുന്നതെങ്കിൽ അത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഡസ് ദേ നമ്മൾ കൊടുക്കത്തില്ല, നമ്മൾ അവിടെ ഡു ദേ എന്നേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇത് നമ്മളെ എക്സാമിന് പല രീതിയിൽ നമ്മളെ തെറ്റിക്കാൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തെഴുതും, ഇവിടെ നോബഡി വന്നതുകൊണ്ട് നമ്മൾ ദേ എഴുതി. ദേ പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് അവിടെ ഡസ് ഉപയോഗിക്കത്തില്ല, ഡു ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ കേസിൽ നമ്മൾ ദേ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ഇല്ലേ, നോബഡി അതുപോലെ എനി വൺ, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ടാഗ് എന്താണ്, ദേ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഓൾ ഓഫ് us, സം ഓഫ് us, നൺ ഓഫ് usന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, വി ആണ് അവിടെ ടാഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കാര്യം ഓർത്തിരിക്കുക. സം ഓഫ് us സിംഗ്, ഇവിടെ നമ്മൾ എങ്ങനെ ടാഗ് കൊടുക്കുമെന്നാണ് നോക്കാൻ പോകുന്നത്. സം ഓഫ് us ആയതുകൊണ്ട് അവിടെ നമുക്ക് ടാഗില് സം ഓഫ് us സിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അന്നേരം അവിടെ എന്തായിരിക്കും, നമ്മള് നെഗറ്റീവ് ടാഗ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. സിംഗ് എന്താണ്, ഡു പ്ലസ് സിംഗ് ആണ്. സിംഗ് എന്താണ്, ഡു പ്ലസ് സിംഗ്. സിംഗ് എന്ന് പറയുന്ന വേർബിനെ ഡു പ്ലസ് സിംഗ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അന്നേരം ഡു എന്ന് നമ്മൾ എഴുതി, ഡു എന്ന് എഴുതി. ഇനി ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗ് അവിടെ യൂസ് ചെയ്തു. ഡോണ്ട്, ഡോണ്ട് നെഗറ്റീവ് ടാഗ് നമ്മൾ യൂസ് ചെയ്തു. പിന്നീട് നമ്മൾ കൊടുക്കേണ്ട സം ഓഫ് us വന്നതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഡോണ്ട് വി എന്നാണ്. ഡോണ്ട് വി എന്നാണ്.